മണ്ണിടിച്ചിലും മഴയും തളർത്തിയ വയനാടിന് ഓണക്കാലം പുത്തൻ ഉണർവാണ് നൽകുന്നത്. നീണ്ട അവധിയും അനുകൂല കാലാവസ്ഥയും തേടി നൂറുകണക്കിന് സഞ്ചാരികളാണ് വയനാട്ടിലേക്ക് ഇപ്പോൾ വണ്ടി കയറുന്നത്. എന്നാൽ സഞ്ചാരികളുടെ ഈ വലിയ തിരക്ക് താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗതക്കുരുക്കിന് കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് പലരും. ഈ ഓണാവധിക്ക് ചുരത്തിലെ ബ്ലോക്കിൽപ്പെടാതെ നിങ്ങൾക്കെങ്ങനെ വയനാട്ടിലേക്ക് എത്താം? അറിയാം വയനാട്ടിലേക്ക് പോകാനുള്ള ബദൽ വഴികൾ. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നവർക്ക് നാടുകാണി കുറ്റ്യാടി ചുരം റോഡുകളാണ് നിങ്ങൾക്കും നല്ലത്. കോഴിക്കോട് നിന്ന് ബത്തേരിയിലേക്ക് പോകുന്നവർക്ക് നാടുകാണി ചുരം വഴി പോകാൻ സാധിക്കും. ദേശീയപാതയിലൂടെ കുന്നമംഗലത്തെത്തി മുക്കം അരീക്കോട് നിലമ്പൂർ റോഡ് വഴി, അതുമല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടവണ്ണപ്പാറ അരീക്കോട് നിലമ്പൂർ റോഡ് വഴി പോകാൻ പറ്റും. മാനന്തവാടിയിലേക്ക് പോകുന്നവർക്ക് പേരാമ്പ്ര കുറ്റ്യാടി തൊട്ടിൽപ്പാലം നിരവിൽപ്പുഴ റോഡാകും കൂടുതൽ ഉചിതം. ഇടുങ്ങിയ റോഡായതിനാൽ വലിയ വാഹനങ്ങൾക്കും ഭാരവാഹനങ്ങൾക്കും ഈ പാത അത്ര മെച്ചമാകില്ല. മലയോര പാതയുടെ പണികൾ നടക്കുന്നതും വാഹനങ്ങൾക്ക് ഈ പാതയിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ഇനി കണ്ണൂരിൽ നിന്ന് വയനാടേക്ക് എങ്ങനെ പോകാമെന്നാണ്. പെരിയ പാൽച്ചുരം റോഡുകൾ, മാഹി തൊട്ടിൽപ്പാലം റോഡുകളാണ് ഇവിടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുക. കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പ് പെരിയ വഴി മാനന്തവാടിയിലെത്താം. കണ്ണൂർ കൊട്ടിയൂർ ഇരിട്ടി പേരാവൂർ ബോയ്സ് ടൗൺ വഴി മാനന്തവാടിയിലേക്ക് പാൽച്ചുരം റോഡ് വഴി എത്താൻ കഴിയും. കനത്ത മഴയും മറ്റും പെയ്യുമ്പോൾ സുരക്ഷ മുൻനിർത്തി ഈ പാതയിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് ഒരു പ്രതിസന്ധി. ഈ പാത അത്ര പരിചയമില്ലാത്തവർക്ക് പകൽ സമയ യാത്രയാകും കൂടുതൽ ഉപകാരപ്പെടുക. കണ്ണൂർ തലശ്ശേരി മാഹി തൊട്ടിൽപ്പാലം വഴിയും മാനന്തവാടിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇനി നിങ്ങൾ തെക്കൻ ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് പോകുകയാണെങ്കിൽ നിലമ്പൂർ വഴി പോകുന്നതാകും നിങ്ങൾക്ക് കൂടുതൽ ഉചിതം. മലപ്പുറംകാർക്കും കോഴിക്കോട് തൊടാതെ പോകാൻ കഴിയുന്ന വഴിയാണിത്. നിലമ്പൂർ വഴിക്കടവ് നാടുകാണി ചേരമ്പാടി വടുവഞ്ചാൽ വഴിയാണ് പോകേണ്ടത്. വഴിക്കടവിലെത്തിയാൽ ഊട്ടിയിലേക്ക് പോകേണ്ടവർ വലതു വഴി പോകണം. വയനാട്ടിലേക്ക് പോകേണ്ടവർക്ക് ഇടതു റോഡിലേക്ക് തിരിയാം. ഇതിലൂടെ വടുവഞ്ചാലിലെത്തി ബത്തേരിയിലേക്ക് പോകേണ്ടവർ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞും വൈത്തിരി കൽപ്പറ്റ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടവർ തുടർന്ന് അവിടെ നിന്ന് കോഴിക്കോടേക്കുള്ള റൂട്ട് ചോദിച്ചും പോകാൻ കഴിയും.